തവനൂർ തൃക്കണാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ആശുപത്രി പരിസരത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. പരിപാടി ടി.എ. ഖാദർ ഉദ്ഘാടനം ചെയ്തു. സത്യാഗ്രഹ സമരം ടി.എ. ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു. ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അടിച്ചമർത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ പാവപ്പെട്ട സാധാരണ കർഷക തൊഴിലാളികളും കർഷകരും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഞാൻ ഒരാൾ വ്യക്തമായിട്ട് എടുത്തു പറയില്ല. എന്നിരുന്നാലും ഈ സാധാരണ പ്രായമുള്ള ആൾക്കാർക്ക് പെൻഷന്റെ ആവശ്യാർത്ഥം ഇന്നിപ്പോ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്ന ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഡോക്ടർക്ക് ഒരു വയസ്സ് തെളിയിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇന്നും സംശയം. പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഇവിടുത്തെയുള്ള സൂപ്രണ്ട് പദവിയുള്ള ഡോക്ടർ ഇവിടുന്ന് എടപ്പാളിലോട്ട് പോയാൽ നമ്മൾ 500 രൂപ ചെലവ് വരും ആ സാധാരണ പാവം വൃദ്ധജനങ്ങൾക്ക്. അതുപോലും പാവപ്പെട്ടവരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഇവിടെ ഇത്ര കാര്യങ്ങളിൽ ഇവിടുന്ന് 2 ഡോക്ടറെ പോവുള്ളൂ, അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടേ പോവുള്ളൂ, ഇവിടെ എന്നും ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ ചില വ്യാജ വാർത്തകൾ അടിച്ചിറക്കുന്നു. അത് ഞങ്ങൾ ഈ ഭരണസമിതി ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രതിഷേധം ഉണ്ടായാൽ ആ പ്രതിഷേധത്തിന്റെ ഊർജ്ജസ്വത ഉൾക്കൊണ്ടുകൊണ്ട് ഭരണകർത്താക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുരേഷ് ബാബു അതള്ളൂർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സംരക്ഷണ സമിതി പൊതുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുശേഖരണവും ബോർഡുകൾ കയറിയുള്ള പ്രചരണവും നടത്തിയത്. ഇവിടെ സംഭവിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യസേനൻ പറയുകയുണ്ടായി. ഈ കേന്ദ്രം ഇന്ന് നേരിടുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ബ്ലോക്ക് ഡിവിഷൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പോവുക എന്നുള്ളത്. ഇതിന്റെ പരിണിതഫലമായി സംഭവിക്കാവുന്ന വിഷയങ്ങളും ഇവിടെ പരാമർശിക്കുകയുണ്ടായി. പി.വി. അനിൽ അധ്യക്ഷനായി. വളരെ ഗൗരവമുള്ള ഒരു മുദ്രാവാക്യം നിൽച്ചുകൊണ്ടാണ് ഇവിടെ ധർണ നടത്തുന്നത്. ഇത് ഇവിടെ നടക്കുന്ന ആദ്യത്തെ ഒരു പരിപാടിയല്ല. ഇതിനു മുമ്പ് ഒന്നിലധികം തവണ ഒപ്പുശേഖരണം നടത്തുകയും ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞാനിതുമായി നേരത്തെ ബന്ധമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ആൾക്കാരോട് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പല ആൾക്കാർക്കും രാഷ്ട്രീയ ചായ്വുള്ളത് കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്താണ് പലരും ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ. മുരളീധരൻ, ജനാർദ്ദനൻ മേനോൻ, എം.പി. ബാലൻ, മോഹനൻ നായർ, ഗോപാലകൃഷ്ണൻ കോലത്ത്, കെ.വി. സഹദേവൻ, എം.പി. സലീം തുടങ്ങിയവർ സംസാരിച്ചു. പലാട്ട് മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.